بسم الله الرحمن الرحيم إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല വജ്ഹ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാട്ടെ. ഏറ്റവും അവസാനത്തെ ദർസിൽ സംസാരിച്ചു നിർത്തിയതുപോലെ തന്നെ സലഫിയത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സലഫികളെ സംബന്ധിച്ച് സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന തെറ്റിദ്ധാരണകൾ, തൽബീസുകൾ അല്ലെങ്കിൽ ശുബ്ഹത്തുകൾ, അവയെ സംബന്ധിച്ച് വ്യക്തത വരുത്തുക എന്നുള്ളത് അറിവുള്ള കഴിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫർള് കിഫായ ആകുന്ന ബാധ്യതയാകുന്ന കാര്യമാണ്. അങ്ങനെ ഉള്ള തൽവീസുകളിൽ ഒരു പ്രധാനപ്പെട്ട ഏറെക്കുറെയൊക്കെ തൽബീസുകൾ ഒരുമിച്ച് വരുന്ന ഒരു സംസാരം അതിനെ സംബന്ധിച്ചാണ്, അല്ലെങ്കിൽ അതിൽ വന്ന പോയിന്റുകൾ അല്ലെങ്കിൽ അതിൽ വന്ന തൽബീസുകളെ സംബന്ധിച്ചാണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ 3 കാര്യങ്ങൾ ആണ് അവസാനം സംസാരിച്ചു നിർത്തിയത്. ഇനി അതിനുശേഷം 4ാമത്തെ കാര്യമായി അവരെടുത്തു പറയുന്ന അവർക്കും നമ്മൾക്കുമിടയിലുള്ള വ്യത്യാസമായി അവർ സൂചിപ്പിക്കുന്ന 4ാമത്തെ കാര്യം കേരളത്തിലെ വിസ്ഡം മുജാഹിദുകളോടുള്ള നിലപാട് എന്ന വിഷയമാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് അവർ സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യം ആ സംസാരിക്കുന്ന വ്യക്തി പറയുന്നത് അവർ ബിദഅത്തുകാരാണ്, അവർ ബിദഅത്തുകാരാണ്, അവർ ബിദഅത്തുകാരാണെന്ന് 3 തവണ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതുവരെയും തൊട്ട് മുമ്പുള്ള സംസാരം വരേക്കും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യില്ല, സ്വയമായ ഒരു കാര്യം പറയുകയില്ല. മശായിഖുമാരെന്തെങ്കിലും പറഞ്ഞു തന്നാൽ അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക എന്നതേ ഞങ്ങൾ ചെയ്യും, ഞങ്ങൾക്ക് സ്വന്തമായൊരു അഭിപ്രായവും ഇല്ല എന്ന് വാക്ക് പറഞ്ഞ് ആവർത്തിച്ചതിന് തൊട്ട് ശേഷം അവർ ബിദഅത്തുകാരാണെന്ന് 3 തവണ ആവർത്തിച്ചത് ഏത് പണ്ഡിതൻ പറഞ്ഞിട്ടാണെന്ന് അവിടെ പരാമർശിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഈ സംഘടന ബിദഅത്തുകാരാണ് എന്ന വിധി പറഞ്ഞതിന്റെ എന്തെങ്കിലും ഉദ്ധരണികളോ എന്തെങ്കിലും സംസാരങ്ങളോ എഴുത്തുകളോ ഒന്നും അവിടെ ഉദ്ധരിച്ചിട്ടില്ല. മറിച്ച് അദ്ദേഹം തന്നെ നേരിട്ട് എന്ത് ചെയ്യണം, അവർ ബിദഅത്തുകാരാണെന്ന് 3 തവണ ആവർത്തിച്ച് വിധി പറയാം. അതെന്താണ് അദ്ദേഹം അതിലൂടെ ഉദ്ദേശിക്കുന്നത്? ആരെങ്കിലും പറഞ്ഞത് അവിടെ ഉദ്ധരിക്കാത്തതാണോ, അതല്ല അദ്ദേഹം തന്നെ സ്വയം അതിന് വിധി പറഞ്ഞതാണോ എന്ന് വ്യക്തമാക്കുന്നത് നന്നാവും. എന്തായാലും അദ്ദേഹം അങ്ങനെ വിധി പറഞ്ഞതിന് ശേഷം അദ്ദേഹം അവരുടെ പോരായ്മകളെ സംബന്ധിച്ച് പല കാര്യങ്ങളും എടുത്തു പറയുന്നതിൽ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുത, അദ്ദേഹത്തിന് ഇവരെ സംബന്ധിച്ച് വ്യക്തമായൊരു ധാരണ പൂർണ്ണമായി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരു കാര്യത്തെ സംബന്ധിച്ച് വിധി പറയണമെങ്കിൽ ഒരു കാര്യം ഇന്നതാണ്, അതിന്റെ വിധി ഇതാണ്, അല്ലെങ്കിൽ ഇന്ന ആളുകൾ ബിദഅത്തുകാർ, അങ്ങനെ ഒരു കാര്യത്തെ സംബന്ധിച്ച് നമ്മളൊരു വിധി പറയണമെങ്കിൽ അതിനു മുമ്പ് ആ കാര്യത്തെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാകുക എന്നുള്ള നിർബന്ധം. പണ്ഡിതന്മാർ പറഞ്ഞാൽ ഹുക്മു അനി ശൈഇ ഫറഉൻ അൻ തസവ്വുരിഹി എന്ന് പറയാറുണ്ട്. പക്ഷെ ഒരു കാര്യത്തെ സംബന്ധിച്ച് വിധി പറയാന്നുള്ളത് എന്തിനെ ആസ്പദമാക്കി? അതിനെ സംബന്ധിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ ആസ്പദമാക്കിയിരിക്കും. നമ്മൾ അതിനെ സംബന്ധിച്ച് ശരിയായ കാഴ്ചപ്പാടുള്ളവരാണെങ്കിൽ നമുക്ക് അതിനെ സംബന്ധിച്ച് ശരിയായ വിധി പറയാൻ സാധിക്കും. അതിനെ സംബന്ധിച്ച് തെറ്റായ കാഴ്ചപ്പാടാണ് നമുക്കുള്ളതെങ്കിൽ
നമ്മൾക്ക് അതിനെ പറ്റി നമ്മൾ പറയുന്ന വിധി, നമ്മൾ വിധിക്കുന്ന വിധിയും തെറ്റായിപ്പോവും. അപ്പോ ഇവിടെ അദ്ദേഹം അവരെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ കുറെയൊക്കെ ശരിയായ കാര്യങ്ങളുണ്ട്, കുറെയൊക്കെ തെറ്റായ അല്ലെങ്കിൽ ശരിക്കും മനസ്സിലാക്കാത്ത ചില വിഷയങ്ങളുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു വിഷയമാണ് വലാ ബറായിൽ അവർക്ക് പ്രശ്നമുണ്ടെന്നുള്ളത്. അത് അവരുടെ ഒരുപാട് സംസാരങ്ങളിൽ, അവരുടെ പരസ്യമായ പല പ്രചരണങ്ങളിലും, ദായിമാരുടെ സംസാരങ്ങളിലൊക്കെ, അല്ലെങ്കിൽ അവരുടെ സംഘടനാ നേതാക്കന്മാരുടെ സംസാരങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് യാതൊരു സംശയമില്ല. വലാ ബറാഇന്റെ വിഷയത്തിൽ അവർ നടത്തുന്ന തെറ്റിദ്ധരിപ്പിക്കൽ ശ്രദ്ധിക്കണം. ഒരു ദീൻ പഠിപ്പിച്ചു തന്ന ഒരു അടിസ്ഥാനവും ദീൻ എതിർക്കുന്ന മറ്റൊരു അടിസ്ഥാനവും, ഇത് രണ്ടും തമ്മിൽ ഉള്ളൊരു കൂട്ടിക്കുഴക്കലാണ് ശരിക്കും ഇവരുടെ സംസാരങ്ങളിൽ, ഒട്ടുമിക്ക സംസാരങ്ങളും കാണാൻ സാധിക്കും. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെയാണെങ്കിലും ഒരേ നാട്ടിലുള്ള കുഫറിന്റെ മില്ലത്തിന്റെ ആളുകൾ അവരോട് വർത്തിക്കുന്നതിന്റെ മര്യാദകളും വിധിവിലക്കുകളൊക്കെ നമ്മൾക്ക് വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവരോട് നമ്മൾക്ക് അധികാരമുള്ള സ്ഥലമാണെങ്കിൽ പോലും അവരോട് ദുൽമം ചെയ്യാൻ പാടില്ലെന്നും, അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ, അതായത് അവർക്ക് ഈ ദീനിനോട് അടുപ്പം തോന്നാൻ ഉതകുന്ന രൂപത്തിൽ അവരോട് ഇടപഴകുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെ ഒരുപാട് വിധിവിലക്കുകൾ ഈ വിഷയത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേ സന്ദർഭത്തിൽ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവരെ ഇഷ്ടപ്പെടാതിരിക്കണമെന്നും, അവരെ ഒരു ദീനുള്ള ഒരാളെ ഇഷ്ടപ്പെടുന്നത് പോലെ ഇഷ്ടപ്പെടാൻ പാടില്ലെന്നും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ഇവരുടെ സംസാരങ്ങളിൽ പലപ്പോഴും ഈ വിഷയത്തിൽ ഒരു തൽബീസ് വ്യക്തമായി പ്രകടമായി കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇവരുടെ നേർപദം അല്ല, ഇവരുടെ വഴിവിളക്ക് എന്ന ഒരു സീരീസ്, അതിലിവർ പറയുന്നത് ഒരു ഹദീസ് എടുത്തു കൊടുത്തിട്ട് യസ്സിറു വലാ തുഅസ്സിറു എന്ന ഹദീസ്, അത് പറഞ്ഞിട്ട് അവരതിന്റെ ആകത്തുകയായി അല്ലെങ്കിൽ അതിന്റെ ക്യാപ്ഷനായി അവരുടെ വിസ്ഡം യൂത്ത് എന്നുള്ള ചാനലിൽ അവർ പ്രചരിപ്പിക്കുന്നത്, ശ്രദ്ധിക്കണം, അവരുടെ വാക്ക് ഇങ്ങനെയാണ്: അകലാനല്ല, പരസ്പരം അറിയാനും അടുക്കാനുമാണ് നാം ശ്രമിക്കേണ്ടത്. അതിന് മതമോ ജാതിയോ തൊലിയുടെ നിറമോ ഒന്നും നമുക്ക് തടസ്സമാകരുത്. ഈ ഇങ്ങനെയുള്ള സംസാരങ്ങള് പ്രത്യക്ഷമായി ഒറ്റയടിക്ക് കേൾക്കുന്ന ഒരാൾ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ എല്ലാ നിലയ്ക്കും എന്താ പറയാ മതേതരത്വവും അല്ലെങ്കിൽ എന്താ പറയാ മതസൗഹാർദ്ദവും ഒക്കെ എല്ലാ നിലയ്ക്കും, അത് മീഡിയകളിലൂടെ ആണെങ്കിലും അതുപോലെ തന്നെ വിനോദങ്ങൾ, സിനിമ സീരിയൽ പോലുള്ള വിനോദങ്ങളിലൂടെ ആണെങ്കിലും എല്ലാ അർത്ഥത്തിലും എല്ലാ നിലയ്ക്കും ഈ ഒരു കാര്യം ജനങ്ങൾക്കിടയിലേക്ക് പ്രചരിപ്പിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സംസാരം സംസാരിച്ചാൽ അതുകൊണ്ട് എന്ത് ഫലമാണ് ഉണ്ടാവുക എന്നുള്ളത് ആലോചിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. അതുപോലെ ഇവരുടെ ഒരു വ്യക്തി, ഒരു നാം ഇന്ത്യക്കാർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. ഈ വിഷയത്തിൽ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ നേതാവ് ഒരിക്കൽ പറഞ്ഞ, നമുക്കൊക്കെ അറിയുന്ന കാര്യം, നമ്മൾ കണ്ട ഒരു വിഷയമാണ് എന്ത്, ജൂതന്മാരാവുമ്പോ നമ്മൾ ആ ജൂതായുധത്തെയാണ് എന്ത് ചെയ്യേണ്ടത്, വെറുക്കേണ്ടത്, ജൂതന്മാരെ വെറുക്കുക. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ എന്ത് ചെയ്യാൻ സാധിക്കും,
ഇവരുടെ വലാവ് ബറാ വിഷയത്തിൽ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ സാധിക്കും. അത് വ്യക്തമായ ഒരു പ്രശ്നം തന്നെയാണ്. അതേപോലെ തന്നെ ഈ ഫാഷിസത്തിനെ എതിർക്കുക എന്ന രൂപത്തിൽ ശ്രദ്ധിക്കണേ, ഫാഷിസം എന്ന അപകടത്തെ എതിർക്കുക, അതിനെ ചെറുത്ത് നിൽക്കുക, അതിനെ പ്രതിരോധിക്കുക എന്ന പേരിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദീനിൽ മതേതരത്വത്തിന്റെയും അല്ലെങ്കിൽ ഡെമോക്രസിയുടെ ഒക്കെ സ്ഥാനം നമുക്കറിയാം. അതെന്താണ്? രണ്ട് തിന്മകൾ അതിലേതെങ്കിലും ഒന്ന് നിർബന്ധമായി നമുക്കിതിലേതെങ്കിലും ഒന്ന് ചെയ്യാതെ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ അതിലേറ്റവും ചെറിയ തിന്മ തിരഞ്ഞെടുക്കുക എന്നുള്ള മാനദണ്ഡമാണ് ഈ വിഷയത്തിൽ ആ സമീപനം നമുക്ക് ഉണ്ടാവേണ്ടത്. രണ്ട് തിന്മകളിൽ ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത രണ്ട് കാര്യങ്ങളിൽ ഏറ്റവും അപകടം കുറഞ്ഞ തിന്മ നമ്മൾ ഒഴിവാക്കുക. എന്തിനു വേണ്ടി? അപകടം കൂടിയ തിന്മയെ മാറ്റി നിർത്താൻ വേണ്ടി. ഈ ഒരു സമീപനമാണ് ഈ വിഷയത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടത്. പക്ഷേ ഫാഷിസം എന്നുള്ള വലിയ തിന്മയെ പ്രതിരോധിക്കാൻ വേണ്ടി ഡെമോക്രസിയെ പുകഴ്ത്തി പറയുമ്പോൾ വലൈക്കും സലാം ഒരിക്കലും കേൾക്കുന്ന ഒരാൾ ഒരിക്കലും ഇത് ചെറിയ തിന്മയാണ് എന്നുള്ളൊരു അർത്ഥത്തിലേക്ക് ഒരിക്കലും എത്തുന്നില്ല. ആ തരത്തിലുള്ള സംസാരങ്ങളും എഴുത്തുകളും ഇവരിൽ നിന്ന് ഒരുപാട് കാണാൻ സാധിക്കും. ശ്രദ്ധിക്കണേ, രണ്ട് തിന്മകൾ, വലൈക്കും സലാം, രണ്ട് തിന്മകളിൽ രണ്ടും തിന്മയാണ്. അതിൽ കുറെ കൂടി അപകടം പിടിച്ച തിന്മയുണ്ട്, എന്നാൽ അതിന്റെ താരതമ്യേന അപകടം കുറഞ്ഞ മറ്റൊരു തിന്മയുണ്ട്. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്തേ മതിയാവുകയുള്ളൂ സാഹചര്യത്തിൽ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും അപകടം കുറഞ്ഞ അത് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടല്ല, വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഭാഗമാകേണ്ടി വരും. ആ ഒരു അർത്ഥത്തിൽ ജനങ്ങൾക്ക് ഡെമോക്രസിയെ സംബന്ധിച്ച് വിശദീകരിച്ചു കൊടുക്കുന്നതിന് പകരം അതെന്തോ വലിയെന്തോ ഒരു മഹത്വമായിട്ടും വലിയെന്തോ ഒരു നല്ലൊരു വിശുദ്ധമായ ആദർശമായിട്ടൊക്കെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതാണ്. അതുകൊണ്ടുണ്ടാവുന്ന ദോഷങ്ങൾ അപകടം പിടിച്ചതാണ്. ഈ തരത്തിൽ ഒരുപാട് എഴുത്തുകളും സംസാരങ്ങളും ഇവരിൽ നിന്ന് കാണാൻ സാധിക്കും. ഒരു പൂന്തോട്ടത്തിലെ പൂക്കൾ പോലെയാണെന്നൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവരിൽ നിന്ന് ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ അതിനെ പ്രതിരോധിച്ചിട്ട് ഒരുപാട് അതിനുവേണ്ടി പണിയെടുക്കാൻ അതൊരു ഹൈറല്ല. ശ്രദ്ധിക്കണം, അതൊരു തിന്മ തന്നെയാണ്, അതൊരു അപകടം തന്നെയാണ്. ഫാഷിസത്തുമായി കമ്പയർ ചെയ്യുമ്പോൾ അതെന്താണ്? കുറച്ചുകൂടി തിന്മ കുറവാണ്, അത്രയേ ഉള്ളൂ. ആ ഒരു രൂപത്തിൽ തന്നെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഇവർക്ക് ബാധ്യതയുണ്ട്. പക്ഷെ ഇവരെന്താ ചെയ്യുന്നത്? അതിനെ വളരെ നല്ലൊരു കാര്യമായി അവതരിപ്പിച്ച് അതിനെതിരെ സംസാരിക്കുക, അതിന്റെ വിധി ശരിക്ക് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളെ പറ്റി അവരെന്ത് ചെയ്യുന്നുണ്ട്? വളരെ മോശമായി സംസാരിക്കുകകൂടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിനെ പുകഴ്ത്തി പറയലും ഒന്നും മാത്രമല്ല, അതിന്റെ സത്യാവസ്ഥ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളെ മോശമായി ചിത്രീകരിക്കുകയും ഇവരിലുണ്ട്. ഒരു പുസ്തകത്തിൽ ഇന്ത്യയിൽ നിന്ന് ഹിജറ പോകണമെന്നോ എന്നാണ് അതിന്റെ പുസ്തകത്തിന്റെ പേരെന്ന്. ഹിജറിനെ പറ്റി അവരുടെ നിലപാട് അവർ പരസ്യമായി പറഞ്ഞാണ്. അത് തീവ്രവാദ മനസ്ഥിതിയുള്ള ആളുകളിൽ നിന്ന് മാത്രം ഉണ്ടാവുന്ന ഒരു ചിന്തയാണ്. ശരിക്കും ഹിജറിന്റെ വിധി എന്താ? അത് ഇവരെന്തിനാണ് പഠിപ്പിച്ചു കൊടുക്കാൻ മടിക്കുന്നതിനാ? നമ്മൾ ഒരിക്കലും ഈ തീവ്രവാദികളും അല്ലെങ്കിൽ ഖവാരിജുകൾ പറയുന്ന പോലെ ഇവിടെ നിന്ന് ഹിജറ പോലെ മതിയാവുള്ളൂ എന്ന് ഒരിക്കലും ആരും പറയുന്നില്ല. മറിച്ച് ഹിജറ എന്നുള്ളത് നമ്മൾക്ക് നമ്മുടെ ദീൻ ഇൽഹാർ ചെയ്യാൻ, അത് പ്രകടമാക്കാൻ, ദീനിന്റെ ഷായിറുകൾ മുറുകെ പിടിക്കാൻ
അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു വിധിയാണ്. അതിന് നമ്മൾക്ക് സാധിക്കാത്തൊരു സാഹചര്യത്തിലെ ഒരു നമ്മുടെ നാടെന്നല്ല, ഏത് നാട്ടിൽ നിന്നാണെങ്കിൽ പോലും അതിന് ഒരു നാട്ടിൽ അതിൽ സാധിക്കുന്നില്ലെങ്കിൽ ആ നാട്ടിൽ നിന്ന് ഹിജ്റ പോലും നിർബന്ധമാണ്. ഇനിയിപ്പൊ അങ്ങനെ സാധിക്കുന്നുണ്ട്, നമുക്കങ്ങനെ ദീനിന്റെ അടയാളങ്ങൾ മുറുകെ പിടിക്കാനും ജീവിക്കാനും സാധിക്കും. പക്ഷെ അതൊരു കുഫറിന്റെ നാടാണെങ്കിൽ ആ നാട്ടിൽ നിന്ന് ഹിജ്റ പോകുന്നതിന് വിധി എന്താ? മുസ്തഹബാണ്. പക്ഷെ ഇതൊന്നും അവരെന്ത് ചെയ്യുന്നില്ല, പഠിപ്പിച്ചു കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിനെ സംബന്ധിച്ച് തെറ്റായൊരു ചിത്രം ജനങ്ങളുടെ മനസ്സിൽ ഇട്ടുകൊടുക്കുകയാണ്. ഒരു തീവ്രവാദത്തിന്റെ ഒരു കാര്യമായിട്ട് ഇങ്ങനെ ഒരുപാട് വിഷയം. അപ്പൊ ഈ ഞാൻ പറയാൻ വന്നത്, ഈ പുസ്തകത്തിന്റെ പേര് തന്നെ ഇതാണ്, ഇന്ത്യയിൽ നിന്ന് ഹിജ്റ പോകണമെന്നോ ആണ് പുസ്തകത്തിന്റെ പേര്. അതില് അതിന്റെ ഗ്രന്ഥകർത്താവ് എഴുതുകയാണ്, ഇന്ത്യൻ ജനാധിപത്യം ത്വാഗൂത്താണെന്നും അതിനോട് സഹകരിക്കൽ ത്വാഗൂത്തിനോട് രാജിയാവലാണെന്നും അതിൽ നിന്ന് സഹായം സ്വീകരിക്കൽ ത്വാഗൂത്തിൽ നിന്ന് സഹായം സ്വീകരിക്കലുമാണെന്നുള്ള വിഷലിപ്തങ്ങളായ വാക്കുകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്നാണ് കാണാൻ കഴിയുന്നത്. ആ വാദത്തിനെ എന്താക്കി പറഞ്ഞു? അത് വിഷലിപ്തമായ വാക്കുകളാണെന്ന് പറഞ്ഞു. നമ്മൾ ശ്രദ്ധിക്കണം, ഇത് വലിയ അപകടമാണ്. അതായത് ഇപ്പോ ഫാഷിസത്തിനെ ചെറുക്കാൻ വേണ്ടി ഇതിന്റെ വിധി ഒരാൾ പറയാതെ മറച്ചു വെക്കുക എന്നുള്ളത് പോലും ഗൗരവമാണ്. മറച്ചു വെക്കുക എന്നുള്ളത് മാത്രമല്ല, ഇവിടെ എന്ത് ചെയ്യാണ്, അതിനെ പ്രതിരോധിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു പടിയും കൂടി കടന്നിട്ട് അതിന്റെ ഹക്ക് ബോധ്യപ്പെടുത്തുന്നവരെന്ത് ചെയ്യാണ്, മോശക്കാരായി ചിത്രീകരിക്കും കൂടി ചെയ്യാണ്. ഗൗരവം കൂടിക്കൂടി പോവാണ്. വെറുതെ ആ വിഷയം മറച്ചു വെക്കുക എന്നുള്ളത് തന്നെ അങ്ങേയറ്റം ഗൗരവമുള്ള വിഷയമാണ്. പിന്നെ അതിനെ ന്യായീകരിച്ച് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് കുറച്ചും കൂടി ഗൗരവമുള്ള വിഷയമാണ്. അതിനേക്കാൾ ഗൗരവമുള്ള വിഷയമാണ് എന്ത്, അതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ആളുകളെ മോശപ്പെടുത്തി സംസാരിക്കാം. ഇവിടെ പറയുന്ന വിഷലിപ്തമായ ഒരാശയമാണത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, അതുപോലെ തന്നെ ഇവരുടെ സംഘടനയുടെ ചെലവില് നടത്തുന്ന പരിപാടികളില് ആരൊക്കെയൊക്കെയോ കൊണ്ടുവന്നിരുത്തുക, സംസാരിപ്പിക്കുക. വെറും ഒരു വിദഗ്ധകാരനെ തങ്ങളുടെ വേദിയിൽ കൊണ്ടുവന്ന് അവനെ സംസാരിക്കാൻ വേദി നൽകുന്നതിന് എത്ര ഗൗരവമായിട്ട് സലഫുകൾ വിമർശിച്ചിട്ടുണ്ടെന്ന് അറിയും. അങ്ങേയറ്റം നമ്മൾ മറ്റൊരു വിദഗ്ധകാരൻ സദസ്സിൽ പോയിരിക്കുന്നതിന് വിധി നമ്മൾ നേരത്തെ പറഞ്ഞു, 3 നിബന്ധനകൾ പറഞ്ഞു, കഴിഞ്ഞ ദർസിൽ പറഞ്ഞു. ഇത് അങ്ങനെയല്ല. നമ്മുടെ വേദിയിൽ ഇങ്ങോട്ട് എന്ത് ചെയ്യാം, ഒരു വിദേഹത്തുകാരനെ കൊണ്ടുവന്നിരുത്തുന്നതിനെ സംബന്ധിച്ച് സലഫുകൾ അങ്ങേയറ്റം ശക്തമായി സംസാരിച്ചിട്ടുണ്ട്. എത്രത്തോളം പറഞ്ഞിട്ടുണ്ട്, എന്താ, അത് ദീനിനെ തകർക്കുന്നതിൽ നമ്മൾ അവനെ സഹായിക്കുന്ന പോലെ, നമ്മൾ ദീനിനെ തകർക്കാൻ കൂട്ടുനിൽക്കുന്നത് പോലെയാണ് എന്ത് അങ്ങനെ ചെയ്യുന്നത് എന്ന് പോലും സലഫുകൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ബിദ്അത്തുകാരനെ കൊണ്ടുവന്ന് ഇരുത്തുന്നവന്റെ വിധിയാണ്. ഇത് ഒരു ദീനും ഇല്ലാത്ത, പേരിൽ മാത്രം ഇസ്ലാമുള്ള, തന്റെ കുഫർ ശരിക്കും പ്രകടിപ്പിച്ചിട്ടുള്ള ഒരാള്, അയാൾ കൊണ്ടുവന്ന് ഇരുത്തുന്നതിന് വിധി എന്തായിരിക്കും? അപ്പോ അത്ര ഗൗരവമുള്ള വിഷയമായിരിക്കും. അങ്ങനെയുണ്ട്. അതിപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തെങ്കിലും രാഷ്ട്രീയക്കാരെന്തെങ്കിലും, അതിലൊക്കെ അവർക്ക് എന്തെങ്കിലും മസ്ലഹത്ത് പറയാനുണ്ട്. ഇതിപ്പോ എന്തെങ്കിലും അധികാരികളോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടിയുടെ നേതാക്കന്മാരോ, അപ്പൊ നമ്മുടെ ദഅവത്തിനൊന്ന് സ്മൂത്തായി കൊണ്ടുപോകാൻ അവരൊന്ന് സുഖിപ്പിക്കുക എന്നുള്ളൊരു മസ്ലഹത്തൊക്കെ രാഷ്ട്രീയപരമായി സ്ഥാനം അലങ്കരിക്കുന്ന ആളുകളെ കൊണ്ടുവരുന്നതിൽ അവർക്ക് പറയാൻ പറ്റും. പക്ഷെ ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയപരമായ യാതൊരു പിടിപാടും ഇല്ലാത്ത, അല്ലെങ്കിൽ എന്തെങ്കിലും നേതൃത്വ സ്ഥാനമില്ലാത്ത ഒരാൾ ഇത്തരം സദസ്സുകളിൽ, അതും കാര്യപ്പെട്ട വിഷയം സംസാരിക്കാൻ അവരെ ഏൽപ്പിക്കുമ്പോൾ അതിന്റെ ഗൗരവം വളരെ വലുതാണ്. എന്താണ് അയാളുടെ പേര്? കെയിൻ കുഞ്ഞഹമ്മദ് എന്നോ അങ്ങനെന്തോ ഒരാളാണ്.
അവരുടെ യൂത്ത് കോൺക്ലേവ് എന്ന് പറഞ്ഞിട്ട് ചെറുപ്പക്കാർക്ക് വേണ്ടി നടത്തുന്ന ഒരു സംസാരത്തിൽ ഇങ്ങനെയുള്ള ഒരാളെ ശരിക്കും അദ്ദേഹത്തിന്റെ ഇൽഹാദും അതുപോലെ ദീനിന്റെ പച്ചയ്ക്ക് എതിരാവുന്ന വിഷയങ്ങൾ പരസ്യമായി എഴുതുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. ഇങ്ങനെ ഒരുപാട് ആളുകൾ, ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇവരുടെ ജാമിഅൽ ഹിന്ദ് പോലുള്ള സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥിക്കാരെ അങ്ങേയറ്റം ആദരിക്കുകയും അവരെ വലിയ വിശിഷ്ടാദികളായി സ്വീകരിക്കുകയും അവർക്ക് വലിയ ക്ഷണം അവർക്ക് വളരെ വലിയൊരു സ്വീകരണം നൽകി അങ്ങനെയൊക്കെ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇവരുടെ ഈ പോരായ്മകളായി മനഹജിയായി വ്യതിയാനങ്ങളായി എടുത്തു പറയാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒരുപാട് ഇപ്പോ ഉദാഹരണത്തിന് നിരീശ്വരവാദത്തിനെതിരെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇവർ തയ്യാറാക്കിയ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ ഇവരുടെ കൂടെ, അതായത് നിരീശ്വരവാദത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇവരുടെ കൂടെയുള്ള ആളുകൾ അങ്ങേയറ്റം ബിദ്അത്ത് കൊണ്ട് അറിയപ്പെട്ട ആളുകളാണ്. ശ്രദ്ധിക്കണേ, നമുക്കൊരാളെ നിരീശ്വരവാദത്തു നിന്നും മറ്റ് യുക്തിവാദത്തു നിന്നും അവനെ ഇങ്ങോട്ട് എത്തിക്കുക എന്നുള്ളതിലുപരി അവനെ ഇങ്ങോട്ട് എത്തിക്കുമ്പോൾ ശരിയായ ദീനിൽ എത്തിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. അപ്പൊ ഇവിടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉദാഹരണമായിട്ട് പറയുന്ന അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അവർക്കുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അവർക്ക് പോരായ്മകളായിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? അവർ വിദേഹത്തുകാരാണ് എന്ന് ആവർത്തിച്ച് പറയുന്നത്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ആദ്യം പറഞ്ഞു, അദ്ദേഹം സംസാരിച്ച സംസാരത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, നമ്മളായിട്ടൊന്നും ചെയ്യുന്നില്ല, അത് പണ്ഡിതന്മാര് ചെയ്യുമ്പോൾ നമ്മൾ അത് പറയുന്നു, അത് നമ്മൾ അനുസരിക്കുന്നു എന്നേ ഉള്ളൂ എന്നത് ആദ്യം അദ്ദേഹം പറയുന്നു. ഈ സംസാരിക്കുന്ന വ്യക്തി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളും അതിനു വേണ്ടി തന്നെയാണ് എന്ത് ചെയ്യുന്നത്? പരിശ്രമിക്കുന്നത്. ഈ പറയുന്ന പോരായ്മകൾ അത് പണ്ഡിതന്മാരുടെ അടുക്കിലേക്ക് നമ്മുടെ സഹോദരന്മാർ അത് ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ അവർക്ക് എത്തിച്ചു കൊടുക്കുകയും അവരതിൻ്റെതായ ശരിയായ രൂപത്തിൽ ആ വിഷയത്തിൽ എടുക്കേണ്ട നിലപാടുകൾ എടുക്കാൻ പരമാവധി പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ ബിദഅത്തുകൾ അവരിലുള്ളത് അതിന് എടുക്കേണ്ട ശരിയായ നിലപാടെടുക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിലെ സഹോദരന്മാർ. എന്നുവെച്ചാൽ ഇവര് പറഞ്ഞതുപോലെ തന്നെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഒരു നിലപാടെടുക്കാൻ വേണ്ടി ആ നിലപാട് എന്താണെന്ന് ചോദിച്ചറിഞ്ഞ് അത് കാത്തിരിക്കുകയും അത് പഠിക്കുകയും ചെയ്യുന്നവരാണെന്ത് നമ്മുടെ കൂട്ടത്തിൽ. നമ്മളല്ലാതെ എന്ത് ചെയ്യുന്നില്ല, ഒറ്റയടിക്ക് നമ്മുടെ ഭാഗത്ത് തന്നെ നമ്മുടെ സ്വയം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരാൾക്കും വിധി പറയുന്നില്ല. ശ്രദ്ധിക്കണേ, നമ്മളായിട്ട് എന്ത് ചെയ്യുന്നില്ല, വിധി പറയാൻ നമ്മൾ ആളല്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരിൽ ഇന്ന ബിദഅത്തുകളുണ്ട് എന്ന് പറയാൻ പറ്റുന്നല്ലാതെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് തഈൻ ചെയ്ത് നമ്മൾ ബിദഅത്തുകാരാണെന്ന് പറയുമ്പോൾ നമുക്കതിന് പണ്ഡിതന്മാരെന്ത് ചെയ്യേണ്ടതുണ്ട്? ആ വിഷയത്തിൽ മാതൃക കാണിച്ചു തരേണ്ടതുണ്ട്. അങ്ങനെ പണ്ഡിതന്മാരിൽ നിന്ന് ഒരു മാതൃകയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് പലരും കാത്തു നിൽക്കുന്നത്. അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്ത് നിലപാടാണ് ഉണ്ടാവുന്നത് എന്ന് പലരും എന്ത് ചെയ്യുന്നത് പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാരുടെ ഈ വിഷയത്തിൽ നമ്മൾ അവരോട് ഇറങ്ങിച്ചെല്ലുമ്പോൾ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പരമാവധി എന്ത് ചെയ്യണം? സാവകാശം കാണിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? നമുക്ക് വേണമെങ്കിൽ ഇവർ ചെയ്യുന്ന പോലെ ഒറ്റയടിക്ക് വിദഗ്ധരാക്കിക്കൂടെ? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ വിഷയം, ഒരാളെ ബിദഅത്തുകാരാക്കുക എന്നുള്ളത് ഗൗരവമുള്ള വിഷയമാണ്. ഒരാളെ ബിദഅത്തുകാരാക്കുക എന്നുള്ളത് അങ്ങേയറ്റം ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി പറഞ്ഞില്ലേ, ഇഖ്റാജുന്നാസി
മിനസുന്നത്തി ഷദീദ്. ജനങ്ങളെ സുന്നത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത് ഷദീദാണ്, എന്നുവെച്ചാൽ കടുപ്പമുള്ള പ്രയാസമുള്ള കാര്യം, ഗൗരവമുള്ള വിഷയമാണ്. നമുക്ക് എടുത്തു ചാടി ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു അവധാനത കാണിക്കാതെ ചെയ്യേണ്ടുന്നൊരു മസലയല്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ എങ്ങനെയെങ്കിലും ആളുകളെ പരമാവധി സലഫിയത്തിൽ നിന്ന് പുറത്താക്കി അങ്ങനെ ഒരു ഉദ്ദേശമല്ല നമുക്കുള്ളത്. മറിച്ച് നമുക്ക് പരമാവധി ആളുകൾ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യാം, സലഫിയത്തിൽ പ്രവേശിക്കുക, സലഫിയത്ത് അവരെ തെറ്റിദ്ധരിച്ച് സലഫിയത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളൊരു നിയത്താണ് നമുക്കുള്ളത്. പിന്നെ മറ്റൊരു കാരണം എന്താ വെച്ചാൽ, ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചാല്, ഈ പറയുന്ന സംഘടനക്കാരിൽ നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ച പോരായ്മകൾ ഇല്ലാത്ത ആളുകളുമുണ്ട്. ശ്രദ്ധിക്കണേ, ഈ പറയപ്പെട്ട സംഘടനയിൽ നേരത്തെ സൂചിപ്പിച്ച പോരായ്മകളിൽ ഏതും ഇല്ലാത്ത, എന്നാൽ ചില മസ്ലഹത്തുകൾ, അത് ചില സ്ഥാപനങ്ങൾ സ്വന്തമായുള്ള ആളുകളുണ്ട്, ചില പള്ളികൾ, ഇങ്ങനെ പലതരം മസ്ലഹത്തുകൾ ഉള്ളത് കൊണ്ട്, നിവൃത്തികേട് കൊണ്ട് അവരുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ പരിചയത്തിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവരെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ബിദ്അത്തുകാരാക്കാനും സാധിക്കില്ല. മറ്റൊരു വിഷയമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഷെയ്ഖ് അഹ്മദ് നജ്മി റഹിമഹുല്ലാ അദ്ദേഹത്തിനോട് ഇവരിൽ കാണപ്പെടുന്ന ഹിസ്ബിയത്തിനെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഹിസ്ബിയത്ത് അല്ലെ, അദ്ദേഹം പറയുന്നത് ഹിസ്ബിയത്ത് എന്നുള്ളത് ബിദ്അത്തായി കണക്കാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഹിസ്ബിയത്തുള്ള സംഘടനയിലേക്ക് ചേർത്തി പറഞ്ഞാൽ ആ വ്യക്തിയെ ബിദ്അത്തുകാരനായി കണക്കാക്കാൻ പറ്റുമോ എന്നൊരു കാര്യത്തിന് അദ്ദേഹം ഈ ഫത്വ കൊണ്ടുവരാം. അതിൽ അദ്ദേഹം പറയുന്ന മറുപടി, ഹിസ്ബിയത്ത് തന്നെയാണ് എന്ത്, ഹിസ്ബിയത്ത് തന്നെ ഒരു ബിദ്അത്താണ്, ഹിസ്ബിയത്ത് തന്നെ ഒരു ബിദ്അത്താണ്. ശ്രദ്ധിക്കണം, അദ്ദേഹം ബാക്കി പറയുന്ന ഭാഗം ശ്രദ്ധിക്കണേ. മൻ റളിയ ബിഹ വസാറ ഫീ റികാബിഹ വനാസറ അസ്ഹാബഹ ഫഹുവ മുബ്തദിഉ. ആ ഹിസ്ബിയത്തിൽ ഒരാൾ തൃപ്തിപ്പെട്ട് അവരുടെ എന്താ പറയാ ആ വാഹനത്തിൽ സഞ്ചരിച്ച് അവരുടെ ആളുകളെ സഹായിക്കുകയും ചെയ്യുന്ന ഒരാളാണ് എന്ത്, അവൻ മുബ്തദിയാണ്, അവൻ ബിദ്അത്തുകാരനാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, അദ്ദേഹം പറയുന്നത് അവരുടെ ഈ കാര്യങ്ങൾ തൃപ്തിപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചാണ് എന്ത് ചെയ്യുന്നത്, ബിദ്അത്തുകാരെന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു, നമുക്ക് തന്നെ വ്യക്തിപരമായി പല ആളുകളെയും ഇവരുടെ ഈ ഒരു കാര്യങ്ങളിലും തൃപ്തിയില്ലാത്ത, എന്നാൽ ചില മസ്ലഹത്തുകളുടെ പേരിൽ മാത്രം അവരുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് ആളുകൾ അവരുടെ കൂടെ ഉണ്ട്. അവരെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ബിദ്അത്തുകാരാക്കാൻ സാധിക്കില്ല, അത് അവരെ. പക്ഷെ ഈ പറയുന്ന ആളുകളെയോ, ഈ ഇത്തരം പോരായ്മകൾ കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ആളുകളെയോ അവരെ നമ്മൾ ബിദ്അത്തുകാരാക്കാത്ത എന്തുകൊണ്ടാ, അത് നമ്മുടെ പണ്ഡിതന്മാർ അതിൽ അവധാനത കാണിക്കാൻ, പഠിക്കാൻ, വിഷയം പഠിക്കാൻ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരതിൻ്റെതായ നല്ല മാർഗങ്ങൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. അവരുടെ നേതാക്കന്മാരിൽ പലരെയും അങ്ങോട്ട് പോയി കാണുകയും ചിലരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുകയും ഒരുപാട് സംസാരങ്ങൾ ഈ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടതിന് ശേഷം അവർ തമ്മിൽ നടന്നിട്ടുണ്ട്. അതിൽ അവര് മസ്ലഹത്ത് കാണുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവരിൽ എന്തെങ്കിലും മാറ്റം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അവർ ശരിയായ സലഫിയത്തിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ഖൈർ ഉണ്ടാകുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ്. അപ്പൊ അവർ അവധാനത കാണിക്കുന്നിടത്തോളം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ധൃതി പിടിക്കേണ്ട ആവശ്യമില്ല. തലയിരിക്കുമ്പോ വാലാടാൻ പാടില്ല പറയാറുണ്ട്.
നമ്മുടെ ശൈഖന്മാര് ഈ വിഷയത്തിൽ അവരെ ഒരു പ്രത്യേക വിധി പറയാതെ അവരുടെ ആ വിഷയം പഠിക്കുകയും ഇപ്പോഴും ആ വിഷയം ചർച്ച ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട ആളുകളുമായി ഈ വിഷയം കൂടിക്കാഴ്ച നടത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? എടുത്തു ചാടി അവരുടെ വിഷയത്തിൽ ഒരു വിധി പറയുന്നത് ശരിയല്ല. മറിച്ച് ആ വിഷയത്തിൽ ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് ചർച്ച ചെയ്ത ആളുകൾ ഒരു വിധി പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ വിധി നമ്മൾ നിങ്ങൾക്ക് അറിയിച്ചു തരും. അത്രേ നമുക്ക് ആ വിഷയത്തിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോഴും ആ വിധി ബാധകമാവുക ആർക്കാ? ഈ കാര്യങ്ങൾ പറഞ്ഞ അല്ലെങ്കിൽ അതിൽ തൃപ്തിപ്പെട്ട് അത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അതിൽ തൃപ്തിയോടുകൂടെ അവരുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ആളുകളെ എന്ത് ചെയ്യുക? ആ വിധി എപ്പോഴും ബാധിക്കുക. മറിച്ച് ഇതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കി അതിലൊന്നും ഭാഗവാക്കാകാതെ അതിലൊന്നും സഹകരിക്കാതെ കേവലം ചില മസ്ലഹത്തുകൾക്ക് വേണ്ടി മാത്രം അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളെ അവർക്കെന്താവൂല, ഈ വിധി ബാധകമാവൂല. അത് വേറെ വിഷയമാണ്. അപ്പോ അദ്ദേഹം എന്താണ്, നമ്മൾ ഈ വിഷയം പലപ്പോഴായി എന്ത് ചെയ്തിട്ടുണ്ട്? ക്രിസ്ത്യൻ സംഘടനയ്ക്കെതിരെ നമ്മൾ അവരെ തബ്ദീഅ് ചെയ്യാൻ നമുക്ക് ആ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ മാതൃക ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തബ്ദീഅ് ചെയ്യുന്നില്ലെങ്കിൽ കൂടെ ആ വിഷയം പരാമർശിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ അവരെ തൊട്ട് തഹ്ദീർ ചെയ്യാതിരുന്നിട്ടുണ്ടോ? ഞാൻ തന്നെ എത്ര സന്ദർഭങ്ങൾ എത്ര സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, രഹസ്യമായിട്ടും പരസ്യമായിട്ടും. അവരുടെ പണ്ഡിതന്മാരിരിക്കുന്ന മജ്ലിസുകൾ പോകാതിരിക്കാനും അവരുടെ എഴുത്തുകാർ എഴുതുന്ന എഴുത്തുകൾ വായിക്കാതിരിക്കാനും ഇങ്ങനെ അവരുടെ ആളുകൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കാതിരിക്കാനും ഇങ്ങനെ എല്ലാ നിലയ്ക്കും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ശക്തമായി തഹ്ദീർ ചെയ്യാറുണ്ട്. നമുക്കതേ പറ്റുള്ളൂ. കാരണം എന്താ? നമുക്ക് ആ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ മുൻ മാതൃക നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മെക്കാൾ അറിവുള്ള, ഈ വിഷയത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുള്ള, ഇവരിൽ പല ആളുകളും ഇവരുടെ നേതാക്കന്മാരിൽ പല ആളുകളുമായി നേരത്തെയും മറ്റുമൊക്കെയായി ബന്ധമുണ്ടായിരുന്ന ആളുകൾ അവർ ഈ വിഷയം ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുകയും പല വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിലവിലെ കാര്യം ഞാൻ പറയാം. അത് അവർ ചെയ്ത് അവരൊരു തീരുമാനത്തിലെത്തുമ്പോൾ ആ തീരുമാനം എന്ത് ചെയ്യും? നമ്മൾ സ്വീകരിക്കും. നമ്മൾ എങ്ങനെയാണ് എന്ത് ചെയ്യുക? ആ വിഷയത്തിൽ നിലപാടെടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലാഹു ആലം. അതാണ് ഏറ്റവും ശരിയായ നിലപാടെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഈ എന്താ പറയാ, കുറെ വിഷയങ്ങൾ അതിൽ വരുന്നുണ്ട്. ഞാന് എന്താ പറയാ, അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചു പോവാണ്. അതുപോലെ തന്നെ ഈ എഴുത്തൊക്കെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഉദ്ധരിക്കുന്നുണ്ട്. സഹോദരൻ നിയാസ് ബിൻ ഖാലിദിന്റെ എഴുത്ത്. അദ്ദേഹം പറയുന്നത് കാടടച്ച തബ്ദീഅ് സലഫികളുടെ മാർഗമല്ല. അത് എന്താ പറയാൻ കാരണം എന്താ? നമുക്ക് ഈ പണ്ഡിതന്മാരുടെ കൃത്യമായ എന്ത് വേണം? നമുക്ക് എന്ത് ചെയ്യാം? മുത്തലക്കായിട്ട് പറയാം. ഒരാളിൽ ഇന്ന ഇത് ബിദഅത്ത്, ഹിസ്ബിയത്ത് ബിദഅത്താണ്, ഹിസ്ബിയത്തുള്ളവരൊക്കെ മുബത്തദീങ്ങളാണ്. നമുക്കങ്ങനെ മുത്തലക്കനായിട്ട് പറയുന്നതും തഈൻ ചെയ്ത് ഇന്ന ആൾക്കാര് വിസ്തംകാര് ബിദഅത്തുകാരാണ്, ബിദഅത്തുകാരാണ്, അങ്ങനെ പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഏതുപോലെ തക്ഫീറിൽ നമുക്കറിയാം, ഒരാളെ കാഫിറാക്കുമ്പോൾ ഖബറിന് മുന്നിൽ സുജൂദ് ചെയ്ത ഒരാൾ കാഫിറാണ് എന്ന് പറയാന്നല്ലാതെ നമുക്ക് ഖബറിന് മുന്നിൽ സുജൂദ് ചെയ്ത ഒരാളെ തഈൻ ചെയ്ത് നീ കാഫിറാണെന്ന് പറയും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നതുപോലെ തന്നെ തബ്ദീഇലും ആ വ്യത്യാസമുണ്ട്. തബ്ദീഇലും ആ വ്യത്യാസമുണ്ട്. അപ്പോ നമ്മൾ അവലംബിക്കുന്ന പണ്ഡിതന്മാരുടെ ആ വിഷയത്തിലുള്ള വിധി വന്നു കിട്ടാത്തത് കൊണ്ട് നമുക്ക് ആ വിഷയത്തിൽ വിധി പറയാൻ തൽക്കാലം നിർവാഹമില്ല. നമ്മൾ തബ്ദീഅ് ചെയ്യാൻ തൽക്കാലം നിർവാഹമില്ല. അതേസമയം നമ്മൾ എന്ത് ചെയ്യും? അവരുടെ പോരായ്മകൾ, അവരിൽ സംഭവിച്ചിട്ടുള്ള ന്യൂനതകൾ, ഉസൂലിയായിട്ടുള്ള മനഹജിയായിട്ടുള്ള പിഴവുകൾ
അത് നമ്മൾ എന്ത് ചെയ്യും? ജനങ്ങളെ തൊട്ട് താക്കീത് ചെയ്യുകയും അവരിൽ നിന്ന് പരമാവധി ഒരു സേഫ് ഡിസ്റ്റൻസ് കാത്തു സൂക്ഷിക്കാൻ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയുകയും ചെയ്യും. അവരാ തെറ്റിൽ നിന്ന് മടങ്ങുവോളം, ആ തെറ്റുകൾ അവര് തിരുത്തുവോളം അത് നമ്മുടെ ബാധ്യതയാണ്. കാരണം പല ആളുകൾക്കും വിസ്ഡംകാരുടെ പോരായ്മകൾ പലപ്പോഴും അറിയുന്നില്ല. അവരെന്തോ സലഫികളാണെന്നും പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് പല ആളുകൾ ഇപ്പോഴും നടക്കുന്നത്. നമുക്കവർ തബ്ദീൽ ചെയ്യാൻ ചില തടസ്സങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവര് പരിപൂർണമായ സലഫികളാണെന്ന് ആരാ പറഞ്ഞ്? ഒരുപാട് പോരായ്മ നമ്മൾ പറഞ്ഞല്ലോ. നേരത്തെ പറഞ്ഞത് സാമ്പിളാണ്, ചില ഉദാഹരണങ്ങൾ മാത്രം. ഈ ഓരോ കാര്യത്തിലും ഒരുപാട് വിഷയങ്ങൾ ഇനിയുണ്ട്. അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം അവരെ തഹദീർ ചെയ്യുക എന്നുള്ളത് എന്താ? നിർബന്ധമാണ്. ഇനി ആ പണ്ഡിതന്മാരുടെ വിഷയത്തിൽ ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും നമ്മൾ ആ വിധിക്ക് എന്ത് ചെയ്യുക? അതിനാണ് പ്രാധാന്യം കൊടുക്കുക. അങ്ങനെ ഒരു വിധി പണ്ഡിതന്മാർ പഠിച്ച് അവധാനതയോടുകൂടെ പറയുന്നത് വരേക്കും നമുക്ക് ആ വിധിക്ക് വേണ്ടി കാത്തു നിൽക്കുക എന്നുള്ളതല്ലാതെ യാതൊരു നിർവാഹവുമില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്യക്തി തന്നെ പറയട്ടെ, ഏത് പണ്ഡിതനാണ് വിദേഹത്തുകാരനാണ്, വിദേഹത്തിന് ആവർത്തിച്ച് 3 പ്രാവശ്യം പറഞ്ഞത് ഏത് പണ്ഡിതനാണ് എന്ന് ഈ പറഞ്ഞ വ്യക്തി തന്നെ പറയട്ടെ. അത് അദ്ദേഹത്തിൽ സംസാരത്തിൽ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ എന്താ പറയാ, ഈ എഴുത്തിൽ നിന്ന് തന്നെ പിന്നെയും കുറെ കാര്യങ്ങൾ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അതൊക്കെ എടുത്തു വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എന്ത് ചെയ്യണം? ചർച്ച ചെയ്യാം. എന്താണ് എഴുത്തില്? പിന്നെ അദ്ദേഹം പറയുന്നത്, കേരളത്തിലെ വിസ്ഡം എന്നറിയപ്പെടുന്ന കക്ഷിയുമായി പല അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരാണ് ഞങ്ങൾ. എന്നാൽ ആ സംഘടനയുമായി സഹകരിക്കുന്ന ആരൊക്കെയുണ്ടോ അവരെല്ലാവരും മുബത്തദീങ്ങളാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. സഹോദരൻ നിയാഫിന്റെ എഴുത്താണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ആ അർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ പോരായ്മകൾ അതിലൊന്നുപോലും ഇല്ലാത്ത, ആ പോരായ്മകളെ ഒന്നിനെയും ന്യായീകരിക്കാത്ത, ആ സംഘടനയുടെ കൂടെ നിൽക്കുന്നതിൽ തൃപ്തിയില്ലാത്ത, പല മസ്ലഹത്തുകൾക്കും വേണ്ടി അതിന്റെ കൂടെ സഹകരിക്കേണ്ടി വരുന്ന ചില ആളുകളുണ്ട്. അത് നമുക്കറിയാം. അത് അങ്ങേയറ്റം പഠിച്ചിട്ടുള്ള, അറിവുള്ള, കഴിവുള്ള ആളുകളും സാധാരണക്കാരൊക്കെ ഉണ്ട്. അവരെല്ലാവരും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഒരേ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്. ആ പോരായ്മകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന, അതിന്റെ വക്താക്കളായിട്ടുള്ള ആളുകൾ, അതിനെ തൃപ്തിപ്പെടുന്ന, അതറിഞ്ഞിട്ടും അവരുടെ കൂടെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അതൊന്ന് വേറെ, അവരുടെ വിധി വേറെ തന്നെ. എന്നാൽ അങ്ങനെ അല്ലാത്ത വേറൊരു ആളുകൾ, വേറൊരു വിഭാഗമുണ്ട്, ചെറിയൊരു വിഭാഗം, അവരുടെ വിധി വേറെയാണ്. രണ്ടും രണ്ടാണ്. പിന്നെ മറ്റൊരു വിഷയം, 5-ാമത്തെ കാര്യമായിട്ട് അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ, അൽ അംറു ബിൽ മാറൂഫ് വന്നഹി അനിൽ മുൻകർ എന്ന സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പിഴവ് എന്ന് വെച്ചാല്, നമ്മൾ ആരും നന്മ കൽപ്പിക്കുന്നുമില്ല, തിന്മ വിരോധിക്കുന്നുമില്ല. നമ്മളാരും നന്മ കൽപ്പിക്കുകയോ തിന്മ വിരോധിക്കുകയോ ചെയ്യാത്ത ആളുകളാണ്. നമുക്ക് ആ വിഷയത്തിൽ ചെയ്യാത്ത ആളുകളാണെന്നല്ല, നമുക്ക് ആ വിഷയത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ആ വിഷയത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. എന്താണ് അതിന് ഉദാഹരണമായിട്ട് പറയുന്നത്? എന്താ? ഒന്നാമത്തെ ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണമാണ്. ഈ എഴുത്തിലൂടെ ഇദ്ദേഹം എന്ത് ചെയ്തു? പണ്ഡിതന്മാരെ
ചീത്ത വിളിച്ചു എന്നുള്ളത് അത് തെറ്റിദ്ധാരണയാണ്, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം ചീത്ത വിളിച്ചിട്ടില്ല. ചീത്ത വിളിക്കാത്തൊരു കാര്യത്തെ ചീത്ത വിളിയായി നിങ്ങൾ മനസ്സിലാക്കി, അത് ആദ്യത്തെ തെറ്റ്. പിന്നെ അത് അമ്രു ബിൽ മാറൂഫ് നഹി അനിൽ മുൻകർ ഇല്ലാത്തത് കൊണ്ടാണ് ഒരാൾ അതിനെതിരെ സംസാരിക്കാതിരിക്കുന്നു വിചാരിക്കുന്നത് മറ്റൊരു തെറ്റ്. അങ്ങനെ തെറ്റിദ്ധാരണകളാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഷയം അതിൽ ഉദാഹരണമായിട്ട് പറയുന്നത്, സഹോദരൻ സാജിദ് ബിൻ ഷരീഫ് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഹഫിദുല്ലാ, ദാറുൽ ബിറിന്റെ കീഴിൽ എന്ത് ചെയ്യുന്നുണ്ട്, ദർസ് എടുക്കുന്നുണ്ട്. അതെന്താ പ്രശ്നം? എന്താ? ദാറുൽ ബിറും എന്തുപോലെയാണത്ര, ഇഹ്യാ തുറാസ് പോലത്തെ ഒരു സംവിധാനമാണ് എന്ത്, ദാറുൽ ബിർ എന്നാണ് ഇവർ പറയുന്നത്. അത് ദാറുൽ ബിറിനെ സംബന്ധിച്ച് അറിയാത്തതുകൊണ്ടാണ്. ദാറുൽ ബിറിനെ സംബന്ധിച്ച് അറിയാത്തത് കൊണ്ടാണ്. നിലവിൽ ദാറുൽ ബിർ ഇഹ്യാ തുറാസിന്റെ പോലത്തെ ഒരു അവസ്ഥയിലല്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ദാറുൽ ബിറിന് കൈവന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞോളാം. നിലവിൽ ദാറുൽ ബിർ, ജംഇയ്യത്ത് ദാറുൽ ബിർ എന്നുള്ള ആ സംവിധാനം, ഇമാറാത്തിലെ UAE സംവിധാനം, അത് കുവൈത്തിലെ അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഫിത്ന പടർന്നു പിടിച്ച ഇഹ്യാ തുറാസ് പോലത്തെ ഒരു സംവിധാനമല്ല. ഇനി അങ്ങനത്തെ ഒരു ലൈനിലേക്ക് അത് മാറി വരികയാണെങ്കിൽ, ഇപ്പൊ ഇതുവരെ അങ്ങനെ ആയതായി അറിഞ്ഞിട്ടില്ല. ആ തരത്തിലുള്ള പ്രവണതകൾ, പ്രവർത്തനങ്ങൾ, ഇടപെടലുകൾ അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായതായി അല്ലെങ്കിൽ ആ രൂപത്തിൽ നമുക്ക് അറിവ് കിട്ടുകയാണെങ്കിൽ, എന്നിട്ടും അദ്ദേഹം അതിൽ തുടരുകയാണെങ്കിൽ, അപ്പോഴല്ലേ ഇത് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമുള്ളൂ, തിന്മ വിരോധിച്ചിട്ടില്ല എന്ന് പറയുന്നതിൽ കാര്യമുള്ളൂ. അല്ലാഹു അലം. അതങ്ങനെ ഇദ്ദേഹം അങ്ങനെ ആരൊരു പണ്ഡിതൻ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൽ പറയുന്നു, പരാമർശിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം സംസാരിച്ചത് എന്താണ്, അതൊന്നും അത് പരാമർശിച്ചില്ല. അല്ലാഹു അലം. പക്ഷെ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ സത്യാവസ്ഥ ഒരു പണ്ഡിതൻ സംസാരിച്ചു എന്നുള്ള തെളിവല്ലല്ലോ. അതിന്റെ ഹക്കീക്കത്ത്, സത്യാവസ്ഥ അറിയുന്ന ആളുകൾ നമുക്കിപ്പോ അറിയിച്ചു തരുന്നത് എന്താ, നിലവിൽ അങ്ങനത്തെ ഒരു അവസ്ഥയല്ല എന്നുള്ളത്. നിലവിൽ അങ്ങനത്തെ ഒരവസ്ഥയല്ല എന്നുള്ളതാണ്. അപ്പോ ഇതൊക്കെ എന്താണ്, തിന്മയല്ലാത്തൊരു കാര്യത്തെ തിന്മയാണെന്ന് തെറ്റിദ്ധരിക്കുക. എന്നിട്ട് എന്താ നിങ്ങൾ ആരും അതിനെതിരെ എതിർത്തില്ലല്ലോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം അതെന്തല്ല, ശരിക്കുള്ള തിന്മയല്ല. തിന്മയെ നിങ്ങൾ എന്ത് ചെയ്താണ്, തെറ്റിദ്ധരിച്ചതാണ്. ഇനി അങ്ങനെ എന്തെങ്കിലും ആ വിഷയത്തിൽ ആർക്കെങ്കിലും ആ വിഷയത്തിൽ ഇന്ന എന്താ പറയാ ഇഹ്യാ തുറാസ് പോലെ തന്നെയാണ് തെളിയിക്കാനുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട ആളുകൾ ആ വിഷയം ഉണർത്തുന്നതിൽ നമുക്ക് യാതൊരു പ്രശ്നമില്ല. അത് ഉണർത്താം, അതിന് പോരായ്മകളിൽ ബോധ്യപ്പെടുത്തി കൊടുക്കാം. അതൊക്കെ പറ്റുന്ന കാര്യമാണ്, സ്വീകരിക്കാൻ പറ്റുന്ന വിഷയങ്ങളാണ്. എന്നുവെച്ചാൽ നമ്മളെന്തെങ്കിലും ആ വിഷയത്തിൽ, ദാറുൽ ബിറിന്റെ വിഷയത്തിൽ, അല്ലെങ്കിൽ പോട്ടെ നമ്മുടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ തെറ്റല്ല എന്ന് മനസ്സിലാക്കിയ കാര്യം തെറ്റാണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുകളോടുകൂടെ സൂചിപ്പിക്കാൻ സാധിച്ചാൽ സൂചിപ്പിച്ചോളൂ, യാതൊരു പ്രശ്നമില്ല. തെറ്റാണെന്ന തെളിവുകളോടുകൂടെ മനസ്സിലായി കഴിഞ്ഞാൽ തിരുത്താലോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളെ ആ വിഷയം സൂചിപ്പിച്ച് എന്ത് ചെയ്യാലോ, ആ വിഷയത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനൊക്കെ പറ്റും. അതൊന്നും യാതൊരു പ്രയാസമുള്ള കാര്യമല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, തൊട്ടു മുമ്പ് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. ഇദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്, എന്താ ഇവര് വിസ്തംകാരുമായിട്ട് യാതൊരു, ഇവർക്ക് ആകെയുള്ള പ്രശ്നം, ഇവർക്ക് അഖീദ മനഹജായിട്ട് യാതൊരു വ്യത്യാസമൊന്നും അവരുമായിട്ടില്ല. അദ്ദേഹം പറയുന്നതാണ്, ആകെയുള്ള പ്രശ്നം എന്താ, സംഘടനാപരമായിട്ടുള്ള ചില വിഷയങ്ങൾ മാത്രമാണ്, സംഘടനാപരമായിട്ടുള്ള ചില വിഷയങ്ങൾ മാത്രമാണെന്നുള്ള. അങ്ങനെ ഒരു വിഷയം അല്ലെങ്കിൽ പിന്നെ എന്തിനാ അതിന്ന് ഇറങ്ങി വന്നു എന്നുള്ളതാണ്. ഇറങ്ങി വന്നത് ഇതിനു വേണ്ടി തന്നെയാണ്. സംഘടനയ്ക്കുള്ളിലാണെങ്കിൽ ഇതൊന്നും പറയാൻ പറ്റൂല. പറഞ്ഞാൽ എന്താവും, പുകഞ്ഞ കൊള്ളി പുറത്ത്, പുകഞ്ഞ കൊള്ളി
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതിലൊന്നും തൃപ്തിയില്ലാത്ത, ഈ വിഷയങ്ങളോ ഒന്നും അഖീദയായിട്ട് സ്വീകരിക്കാത്ത, ഇതിലൊന്നും തൃപ്തിപ്പെടാത്ത കുറെ ആളുകൾ, അവരിൽ അറിവുള്ള ആളുകളൊക്കെ ഉണ്ട്. അവരിൽ ഒരാൾ പോലും ഈ വിഷയത്തിൽ ഇത് സംസാരിക്കുന്നില്ല. ഈ പറഞ്ഞ പോരായ്മകളെ പറ്റി ഒന്നും, അതൊക്കെ ഇവർ പരസ്യമായി പബ്ലിക്കിൽ സംസാരിച്ചിട്ടും അവരിൽ ഒരാൾ പോലും അവരുടെ ചെറുവിരൽ പോലും അനക്കുന്നില്ല. എന്തുകൊണ്ടാ? ആ പോരായ്മയാണ് സംഘടനയുടെ പോരായ്മ എന്ത് ചെയ്തത്? ആ സമയത്ത് സക്കറിയ സ്വലാഹ് റഹിമഹുല്ലാ പറയുകയും അത് ഇവർ കൂട്ടാക്കാൻ തയ്യാറാവുമ്പോൾ അത് ഇറങ്ങിപ്പോയത് ഈ ഒരു കാരണം കൊണ്ടാണ്. പറയാനുള്ളത് പറയേണ്ടവരോട് പറയേണ്ടതുപോലെ പറയാൻ പറ്റൂല. ഏത്? ഇവരുടെ സംഘടന സെറ്റപ്പിൽ. അങ്ങനെ പറയാതെ മിണ്ടാതിരിക്കുന്നിടത്തോളം കാലം ശരിയായ സലഫിയത്തുമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ആ സംഘടനയ്ക്ക് മുന്നോട്ട് പോകാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് സംഘടന ഇറങ്ങി വന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ സംഘടനയിൽ നിന്ന് ഇറങ്ങി വന്നത്. അല്ലാതെ ഇപ്പോ സംഘടനാ പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും അധികാരത്തിന്റെ എന്തെങ്കിലും സ്ഥാനമാനമൊക്കെ ആണെങ്കിൽ കേരളന്ന് വിസ്ഡം ഇറങ്ങി വിസ്ഡം ഒരു സംഘടന ഉണ്ടാക്കി സെക്രട്ടറിയും പ്രസിഡന്റൊക്കെ ആയ പോലെ നമുക്ക് അവിടെ സെക്രട്ടറിയും പ്രസിഡന്റൊക്കെ അവിടെ അല്ല. അങ്ങനെ ആണെങ്കിൽ ഒരു ഓൾ കേരള ഒരു പ്രത്യേക സംഘടന എന്ന് പറഞ്ഞിട്ട് അതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് സക്കറിയ സ്വലായും ഇങ്ങനെയൊക്കെ ആകാമായിരുന്നില്ലേ? അപ്പൊ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താന്ന് വെച്ചാല്, നമ്മളിൽ പല അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. പല വിഷയങ്ങളും ഇവര് ഈ സംസാരത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ ഈ സംസാരം കേൾക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് ഞാൻ അറിയുന്നു. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അറിയാത്തത് കൊണ്ട് പ്രതികരിക്കാതിരുന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ അറിവിൽ ആ വിഷയം എത്തിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ അത് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? പ്രതികരിക്കാതിരുന്നിട്ട് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകാം. പല പോരായ്മകളും പറ്റിയിട്ടുണ്ടാവും. മാനുഷികമാണ്. ഒരു പോരായ്മ, ഒരു അബദ്ധം സംഭവിക്കുന്നതും നമ്മുടെ മൻഹജ് തന്നെ അതാണെന്ന് പറയാൻ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോ അങ്ങനെ ഒരു തരത്തിലുള്ള പ്രയോഗം അതൊരിക്കലും എന്തല്ല, മറിച്ച് അംറു ബിൽ മാറൂഫ് നഹിയൽ മുൻകർ, അതിന് യാതൊരു തടസ്സവും ഉണ്ടാകരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി, വാശിയുണ്ട്. അത് സക്കറിയ സ്വലാഹി റഹ്മത്തുള്ളാഹിക്ക് ആ ഒരു വലിയൊരു വാശി ഉണ്ടായിരുന്നുകൊണ്ട്, അത് വെറുതെ വാശി പിടിക്കല്ല, അത് ദീൻ പഠിപ്പിച്ച വാശിയാണ്. ആ വാശി പിടിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഏറ്റവും മുതിർന്ന സ്ഥാനം അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക ഉന്നതമായ സ്ഥാനം അവർ വകവെച്ചു കൊടുത്തിട്ടും അദ്ദേഹത്തെ സ്വീകരിക്കാതിരുന്നത് അതുകൊണ്ടാണ്. കാരണം ഈ ഒരു സംഘടന സെറ്റപ്പിൽ പോയാൽ പലതും പറയാതിരിക്കേണ്ടി വരും, കണ്ടില്ലെന്ന് അടിക്കേണ്ടി വരും എന്നുള്ള ബോധ്യം ഉള്ളത് കൊണ്ടായിരുന്നു അദ്ദേഹം അത് സ്വീകരിക്കാതിരുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മളൊരു തിന്മ കണ്ടിട്ട് നമ്മൾ അതിനെതിരെ സംസാരിച്ചിട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കണം, അതിന്റെ അപകടം തിന്മ ചെയ്യുന്നവർക്ക് മാത്രമല്ല. വളരെ ശ്രദ്ധിക്കണം. നമ്മള് എന്താ പറയാ, ഈ നബിമാരുടെ ചരിത്രങ്ങളിലൊക്കെ അലൈഹിമുസ്സലാം അവരുടെ സമൂഹങ്ങൾ നശിപ്പിക്കപ്പെടുമ്പോൾ നബിമാരും അല്ലെങ്കിൽ ഈമാൻ സ്വീകരിച്ച ആളുകളും അള്ളാഹു അവരെന്ത് ആ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാറുണ്ട്. എന്തുകൊണ്ടത്? അതിനൊരു കാരണമുണ്ട്. ആ കാരണം മനസ്സിലാക്കണമെങ്കിൽ എന്താലോചിച്ചാൽ മതി. ലൂത്ത് അലൈഹിസ്സലാമയുടെ ഭാര്യ എന്തുകൊണ്ട് നശിപ്പിക്കപ്പെട്ടു എന്നാലോചിച്ചാൽ മതി. ലൂത്ത് അലൈഹിസ്സലാമയുടെ ഭാര്യ എന്തുകൊണ്ടാണ് നശിപ്പിക്കപ്പെട്ടത്? അവര് ലിവാത്ത് ചെയ്യുന്നൊരു സ്ത്രീ ആയിരുന്നോ? ഒരിക്കലല്ല. പക്ഷെ ലിവാത്ത് ചെയ്യുന്ന ആളുകളെ നശിപ്പിക്കുന്ന ആ ശിക്ഷ ഇറങ്ങുമ്പോ ആ ശിക്ഷ ആരെയും ബാധിക്കുകയാണ്?
ലൂത്ത് അലൈഹി ഇസ്ലാമിയുടെ ഭാര്യയും ബാധിക്കില്ല. എന്തുകൊണ്ട്? ചില മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നത് അവരാ തിന്മയിൽ തൃപ്തിപ്പെട്ടതുകൊണ്ടാണ്. ഞാൻ ചെയ്യുന്നില്ല, പക്ഷെ അവർ ചെയ്തെന്താ കുഴപ്പം എന്ന് വെച്ചാൽ ആ തിന്മയെ കൽബ് കൊണ്ടുപോലും എന്ത് ചെയ്തിരുന്നില്ല. മുൻകറിന് ഇൻകാർ ചെയ്യുന്നത് 3 അവസ്ഥയിലായിട്ടാണ്. ഏറ്റവും ചെറിയ അവസ്ഥ എന്താ? മിനിമം അവസ്ഥ കൽബുകൊണ്ട് ഇൻകാർ ചെയ്യുന്നതിന്റെ ലിദ് എതിരാണെന്ത്? മനസ്സിൽ അതിനോട് തൃപ്തി ഉണ്ടാവുക. കൽബ് കൊണ്ടുപോലും എന്ത് ചെയ്തിട്ടില്ല, ആ മുൻകറിന് ഇൻകാർ ചെയ്തിട്ടില്ല. ആര്? ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ. അതുകൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്തത്? ആ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത്. എന്ന് വെച്ചാൽ മുൻകറിനെ ഇൻകാർ ചെയ്തിട്ടില്ലെങ്കിൽ ആ മുൻകറിനുള്ള ശിക്ഷ അള്ളാഹു ഇറക്കുമ്പോൾ ആ മുൻകർ ചെയ്ത ആളുകൾ മാത്രമല്ല ശിക്ഷ ബാധിക്കുക, മറിച്ച് എല്ലാവരും ബാധിക്കും. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. എന്ന് വെച്ചാൽ അവസാനിപ്പിക്കുകയാണ്. എന്നുവെച്ചാൽ നമ്മുടെ ആദർശം, നമ്മുടെ ദീന് അത് നിലനിൽക്കണമെങ്കിൽ അത് എന്താ പറയാ, ഇവിടെ നശിപ്പിക്കപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ നമുക്ക് എന്തു കൂടി മതിയാവും? സമൂഹത്തിൽ പരസ്യമായി നടക്കപ്പെടുന്ന തിന്മകളെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്താലേ നമുക്കതിന് വേറൊരു നിവൃത്തിയില്ല, അല്ലാതെ വേറൊരു മാർഗവുമില്ല. വളരെ ഗൗരവമുള്ള വിഷയമാണ്. മാനുഷികമായിട്ടുള്ള പിഴവുകൾ ഈ വിഷയത്തിൽ സംഭവിക്കാമെന്നല്ലാതെ ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെ പിഴവ് സംഭവിച്ചു എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ ആ വിഷയം അറിഞ്ഞിട്ടുണ്ടാവില്ല, അതുകൊണ്ട് പ്രതികരിക്കാത്തതോ അങ്ങനെ എന്തെങ്കിലും മാനുഷികമായ കാരണങ്ങൾ കൊണ്ട് വിട്ടുപോകുന്നതല്ലാതെ നമുക്കങ്ങനെ ഒരാളെയും സുഖിപ്പിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. അങ്ങനെ സുഖിപ്പിച്ച് ആരെയും പ്രയാസം അല്ലെങ്കിൽ ആരെയും വെറുപ്പ് സമ്പാദിക്കാതെ നിൽക്കാനായിരുന്നെങ്കിൽ പിന്നിപ്പോ എന്തിനാ സംഘടനകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന? എന്തിനാ ആ സംഘടനകളുടെ ഭാഗമാക്കാതിരിക്കുന്നതിൽ പിന്നെന്താ അർത്ഥമുള്ളത്? മറിച്ച് ഇപ്പോഴും അതിന്റെ ഒന്നും ഭാഗവാക്കാകാതിരിക്കുന്നതിന്റെ കാരണം പറയാനുള്ളത് പറയാൻ വേണ്ടി തന്നെയാണ്. അത് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ, വെറുക്കുന്നവർ വെറുത്തോട്ടെ. നമുക്ക് ലോകത്തെല്ലാവരും തൃപ്തിപ്പെടുത്താൻ നമുക്ക് പറ്റൂല, കഴിയൂല. വെറുതെ കഷ്ടപ്പെട്ടൊരു കാര്യമില്ല. ഇവരിപ്പി ചെയ്യുന്നതാണ് വിസ്തങ്കാൽ. എന്തൊക്കെയോ ചെയ്തിട്ട് എവിടേക്കൊക്കെ എത്തി. ഒരു എന്താ പറയാ, ഒരു ജമാഅത്ത് ഇസ്ലാമി ലൈറ്റ് വേർഷനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാറിപ്പോകുന്നൊരു കോലത്തിലേക്കാണ് പോകുന്നത്. അവസാനം ഞാൻ കണ്ടൊരു വീഡിയോയിൽ ഇവരുടെ സദസ്സിൽ എല്ലാവരും എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ഒരു മുദ്രാവാക്യമൊക്കെ ചൊല്ലിക്കൊടുക്കുന്നുണ്ട്. എല്ലാവരും കയ്യൊക്കെ ഉയർത്തിയിട്ട് മുദ്രാവാക്യം ചൊല്ലും. ആരുടെ അവസ്ഥ? ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ അവസ്ഥയല്ല ഞാൻ പറയുന്നത്, വിസ്തംകാരുടെ അവസ്ഥയാണ്. ഇതൊക്കെ ആരെ കാണിക്കാനാണ്? ആരെ തൃപ്തിപ്പെടുത്താനാണ്? ജനങ്ങളുടെ കയ്യടി കിട്ടാനോ? വലിയ അപകടമാണിത്. ജനങ്ങളുടെ തൃപ്തി, അള്ളാഹുവിനെ വെറുപ്പിച്ചിട്ട് ഒരാൾ ജനങ്ങളുടെ തൃപ്തി അന്വേഷിച്ചു കഴിഞ്ഞാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അള്ളാഹും വെറുക്കും, ജനങ്ങളും അവന് വെറുക്കും. അതേസമയം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഒരാൾ ജനങ്ങളെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവനെ ഇഷ്ടപ്പെടും, ജനങ്ങളും അവനെ ഇഷ്ടപ്പെടും. ഒന്നുമില്ലെങ്കിലും കോമൺ സെൻസ് കൊണ്ട് ചിന്തിക്കുക, ഈ ജനങ്ങളുടെയൊക്കെ ഹൃദയം ആരുടെ കൈകളിലാണ്? അതുമാത്രം ചിന്തിച്ചാൽ പോരെ. ജനങ്ങളുടെ മുന്നിൽ കാട്ടിക്കൂട്ടാൻ വേണ്ടി എന്തൊക്കെയൊക്കെയോ ചെയ്യാം.
ഈ ചാനൽ മീഡിയക്കാർ വന്നിരുന്ന് എന്തൊക്കെയോ ചെയ്യുന്ന പോലെ ഈ കപ്പിന്റെ കാല് വെച്ച് വെച്ചാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് പറയാ. അതുപോലെ തന്നെ നമ്മുടെ ഇത്രയും കോടിക്കണക്കായ ആൾക്കാരുന്ന ഒരു ഫുട്ബോൾ ടീം പോലും ഇങ്ങനെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞ് ആളുകളെ കയ്യടിയും തൃപ്തിയും പിടിച്ചു വാങ്ങാന്നുള്ളതല്ലാതെ ഇവരൊക്കെ എന്താ പറയാ, ഇവരുടെ പിന്നിൽ നിൽക്കുന്ന അണികളെ സംബന്ധിച്ച് ഇവർ ചോദ്യം ചെയ്യപ്പെടുന്നുള്ള ബോധം ഇവർക്ക് വേണ്ടേ? എത്ര ആളുകളാണ് ഇവരെ ഫോളോ ചെയ്യുന്നത്, ഇവരുടെ സംസാരം കേൾക്കുന്നത്? ആ അണികളുടെ വിഷയത്തിൽ ഓരോരുത്തരുടെ വിഷയത്തിലും ഇവർ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഈ നേതാക്കന്മാർ ഓരോരുത്തരും അതിന് മറുപടി പറയാൻ തയ്യാറായിക്കോ. ഓരോരുത്തരും എത്ര ആളുകളാണ് ഈ വിസ്തംകാരാണ് സലഫിയത്ത്, അവർ ശരിയായ സലഫിയത്തെ പഠിപ്പിക്കുന്നവർ അല്ലേ? ഇവരാണെങ്കിൽ കാണിക്കുമ്പോ ഇവരുടെ സമ്മേളനങ്ങൾ സോലയിൽ ഫൗസാനും വലിയ വലിയ ആൾക്കാരെയൊക്കെ കാണിക്കുക. സാധാരണക്കാർ എന്തായാലും തെറ്റിദ്ധരിക്കപ്പെടും. ഇവർക്കറിയില്ലല്ലോ, ഇവർ പണ്ഡിതന്മാരെ മുന്നിലെത്തുമ്പോൾ ഒരു മുഖവും നാട്ടിൽ വേറൊരു മുഖമാണെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ പണ്ഡിതന്മാരെയൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണല്ലോ നമ്മുടെ സഹോദരന്മാർ ഈ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചപ്പോ പല പണ്ഡിതന്മാർ അത്ഭുതപ്പെടുകയാണ്. ഇവരിങ്ങനെയായിരുന്നു. അവര് പണ്ഡിതന്മാരുടെ അടുക്കൽ വന്ന് സംസാരിക്കുമ്പോൾ അവർ ഈ ഒരു രൂപത്തിലേ അല്ല, തികഞ്ഞ 916 ക്യാരറ്റ് സലഫിയത്താണ് പണ്ഡിതന്മാരുടെ മുന്നിലെത്തുമ്പോൾ അവർ പ്രകടിപ്പിക്കുക. അതേസമയം നാട്ടിലത്തെ അവസ്ഥ നമുക്കെല്ലാം അറിയുള്ളൂ. ഇതൊക്കെ റബ്ബിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും. എന്നെ പോലെ ആരെങ്കിലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലോ ഇങ്ങനെ സംസാരിച്ചാലോ ഇല്ലെങ്കിലൊക്കെ ഇവരുടെയൊക്കെ ദീനിന്റെ ചുമതല അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ആഖിറത്ത് സലഫിയത്ത് എന്നുള്ള ബാധ്യത അത് ഈ നേതാക്കന്മാരുടെ തലയിൽ ബാധ്യതയായിട്ടുണ്ട് എന്നുള്ള കാര്യം വല്ലപ്പോഴൊക്കെ ഒന്ന് ഓർത്താൽ നന്നാവും. പിന്നെയും വിഷയങ്ങളുണ്ട്. ഇപ്പോ 5-ാമത്തെ വരെ പറഞ്ഞെത്തിയുള്ളൂ. അതിൽ എന്താ പറയാ, പല വിഷയങ്ങളും അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടന്നു വരുന്നതുകൊണ്ട് ഒന്ന് തർത്തീബാക്കി എടുക്കാനുള്ള ചെറിയൊരു പ്രയാസം കൊണ്ടാണ് പറഞ്ഞു വരുമ്പോൾ ഒരുപാട് വൈകുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത ആഴ്ച 6-ാമത്തെ കാര്യം മുതൽ സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ലക്ഷ്യമില്ലാതെ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യാനും എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും ഒക്കെ അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുകയും തിരുത്തുകയും ചെയ്യാനുള്ള മനോഭാവം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകുകയും ശരിയായ സലഫിയത്തിലായിക്കൊണ്ട് റബ്ബ് തൃപ്തിപ്പെടുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടുമുട്ടുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. അതിനിത്തരം സദസ്സുകൾ സബബുകളാക്കി തീർക്കുകയും ചെയ്യുമാറാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നബീന മുഹമ്മദിൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.